ഈ ഒരു വിവാദത്തിൽ എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ചിന്തകൾ മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ എന്റെ സ്ഥാപനത്തിന്റെ പരസ്യം വെച്ച് വിശ്വാസംസകൾ ചെയ്യും. കൂടുതൽ ക്രിയേറ്റിവിറ്റി എനിക്ക് വേണമെന്ന് തോന്നിയാൽ കൃഷ്ണൻ പ്രിന്റ് അടിക്കുന്നതായിട്ട് ഒരു ലേസർ പ്രിന്റ് അടിച്ച് കൃഷ്ണൻ നോക്കുന്ന കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനോ ഒരു പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോസ്റ്റുകൾ ചെയ്തവർ, ഒരുപാട് പേര് ചെയ്തവർ, ഇവരെല്ലാം മന്തിക്കടയായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ലേ ചെയ്തത്. അവർക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. അവരുടെ ക്രിയേറ്റിവിറ്റി നോക്കുമ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം, കൃഷ്ണൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഇവരൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങളാണ്. ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ അവരെല്ലാം ചിന്തിക്കുന്നത്. ഇനി ആൾക്കാർ പറയുന്നത് പോർക്കുമായിട്ട് നിൽക്കുന്ന അള്ളാഹുവിന്റെ അല്ലെങ്കിൽ നബിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യണമെന്നാണ്. ഞാൻ പറയുന്നു അത് തെറ്റാണ്. കാരണം തീർച്ചയായിട്ടും നബിയോ അല്ലെ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു ഫെമിലിയർ മുഖമല്ല. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ, കൃഷ്ണന്റെ, ശിവന്റെ, ഗണപതിയുടെ, അയ്യപ്പന്റെ ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ ഫെമിലിയർ ആണ്. അതിന് മാർക്കറ്റ് ഉണ്ട്, അതിന് വൺ ഡിമാൻഡ് ഉണ്ട് ആ ചിത്രങ്ങൾക്ക്. ആ ചിത്രങ്ങളുടെ ഡിമാൻഡ് വെച്ചിട്ടാണ് ശരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് ഇല്ലാത്ത അള്ളാഹു നബിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് യാതൊരു കാര്യമുണ്ടോ? ഈ വിഷയത്തിൽ 99% മുസ്ലിങ്ങൾ പോലും ഇത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ആരിഫ് ഹുസൈനും ഒട്ടേരും അങ്ങനെ സകല ആൾക്കാരും ഇത് പറഞ്ഞേക്കുന്നത് ഇത് വലിയ വലിയ തെറ്റാണെന്നുള്ള രീതിയിലാണ് 99 പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്റെ ചിന്തയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനി പലരും എന്നെ സുഡാപ്പിയാക്കാനുള്ള ശ്രമമാണെങ്കിൽ നിങ്ങൾ മുന്നേയുള്ള പോസ്റ്റുകളൊക്കെ എന്റെ ശ്രദ്ധിച്ചാൽ മതി. ചൂട് കൂടുതലാണ്, കുട്ടികളൊക്കെ ബോധം കെട്ട് വീഴുന്നു, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എടാ 2 ആഴ്ച മുമ്പല്ലേ നിന്റെയൊക്കെ നോയമ്പ്, അതിനകത്ത് എന്താണ് കാണിച്ചത്? ആൾക്കാർ ബോധം കെട്ട് വീഴുന്നില്ലേ, അപ്പോൾ അത് മണ്ടത്തരമല്ലേ എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചാണ്.